ചിരട്ടയിലൊരുക്കുന്ന കരകൗശല വേലകളിലൂടെ ശ്രദ്ധേയനായ കായംകുളം സ്വദേശി അനി മുഹമ്മദ് കുട്ടിയെ പരിചയപ്പെടാം. ജന്മനാ ഉണ്ടായ വൈകല്യങ്ങളെ കരവിരുതിലൂടെ മറികടക്കുകയാണ് ഇദ്ദേഹം. അനി ചിരട്ടയിൽ തീർത്ത കരകൗശല വസ്തുക്കൾ വാങ്ങാൻ ഇപ്പോൾ ആളുകളും ഏറെയാണ്. ഒരു ചിരട്ട കിട്ടിയാൽ എന്തു ചെയ്യും? ചോദ്യം സാധാരണക്കാരോടാണെങ്കിൽ ഉത്തരം ലളിതമായിരിക്കും. ചോറ് വയ്ക്കാൻ അടുപ്പിൽ കത്തിക്കും. എന്നാൽ ഈ ചോദ്യം കായംകുളം കൊറ്റുകുളങ്ങര സ്വദേശി അനി ഹമീദ് കുട്ടിയുടെ വീട്ടിലെത്തി ചോദിച്ചാൽ ഉത്തരം ഇങ്ങനെയാവില്ല. പകരം നമ്മെ കൂട്ടിക്കൊണ്ടു പോകുക രൂപമാറ്റം വരുത്തിയ ചിരട്ടയുടെ ഒരു മായാലോകത്തേക്കായിരിക്കും. ഇതെന്റെ ഭർത്താവാണ്. ജന്മനാ കേൾവിശേഷിയോ സംസാരശേഷിയോ ഇല്ല. സ്റ്റിക്കർ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഉള്ള സമയത്ത് രാവിലെ ഒഴിവ് കിട്ടുന്ന ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെയാണ് ഈ വർക്ക് ചെയ്യുന്നത്. ഇത് ചെയ്യാൻ വേണ്ടി വലിയ തേങ്ങ എടുത്ത് അതിൻ്റെ ചിരട്ട വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷമാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇത് കുറേ നാൾ കൊണ്ട്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പോഴാണ് ഞങ്ങൾ സെയിൽ ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. എന്നാൽ അനിയുടെ ചിരട്ടയിലുള്ള സർഗവാസനകൾക്ക് ഈ കുറവുകൾ ഒരു തടസ്സവുമായില്ല. 5ാം ക്ലാസ് മുതൽ തിരുവല്ലയിൽ പ്രവർത്തിക്കുന്ന CSI VHSS ഫോർ റിലീഫ് എന്ന സ്കൂളിലായിരുന്നു പഠനം. ഫാദർ കെ മാത്യൂസ് എന്ന അധ്യാപകന്റെ ശിക്ഷണത്തിൽ വർഷങ്ങളുടെ പഠനത്തിലൂടെയും നിരന്തര പരിശീലനത്തിലൂടെയുമാണ് ചിരട്ട കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ ഇത്ര മനോഹരമായി നിർമ്മിക്കുവാൻ അനിക്ക് സാധിക്കുന്നത്. സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ പ്രവൃത്തി പരിചയമേളയിൽ നിരന്തരം 1ാം സ്ഥാനവും അനിക്ക് തന്നെയായിരുന്നു. വാഹനങ്ങൾക്ക് ആവശ്യമായ സ്റ്റിക്കർ വർക്ക് ചെയ്യുകയും നമ്പർ പ്ലേറ്റ് ഉണ്ടാക്കി നൽകുകയും ചെയ്യുന്ന സ്ഥാപനം നടത്തുകയാണ് ഇപ്പോൾ. കടയിൽ പോകേണ്ടാത്ത സമയങ്ങളിലാണ് ചിരട്ടയിൽ കരകൗശല വേല. സഹായങ്ങളുമായി ഭാര്യയും 2 പെൺമക്കളും കൂട്ടിനുണ്ടാകും. ഇതെല്ലാം എൻ്റെ വാപ്പിയാണ് ചെയ്യുന്നത്. എൻ്റെ വാപ്പി പണി കഴിഞ്ഞ് വന്നിട്ട് ഇതെല്ലാം ഒഴിവ് കിട്ടുന്ന സമയത്ത് ഇരുന്ന് ചെയ്യുന്നതാണ്. ഇതെല്ലാം വലിയ വലിയ തേങ്ങ പോയി എടുത്ത് അതിൽ വെള്ളത്തിലിട്ട് കുതിർത്തിട്ടാണ് ഈ പണിയെല്ലാം ചെയ്യുന്നത്. ഇതെല്ലാം ചിരട്ട കൊണ്ട് ഉണ്ടാക്കിയതാണ്. വെള്ള കളറെല്ലാം, വെള്ള തേങ്ങയെല്ലാം കരിക്കും, ബാക്കിയെല്ലാം തേങ്ങയുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ചിരട്ടയിൽ കരകൗശല സൃഷ്ടികൾക്ക് ഇപ്പോൾ ആവശ്യക്കാർ ഏറെയുണ്ട്. കടയ്ക്കൊപ്പം ഇതും അനി ഹമീദ് കുട്ടിക്ക് വരുമാനമാർഗം കൂടിയാണ്. വലിയ കുറവുകളെ കഴിവുകളിലൂടെ ഒന്നുമല്ലാതാക്കിയ അനിയുടെ ജീവിത വഴി പ്രചോദനമായെങ്കിൽ ഇനി ചിരട്ട കിട്ടിയാൽ കളയണ്ട. അതുകൊണ്ട് നമുക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. ന്യൂസ് ബ്യൂറോ, കായംകുളം.